നമസ്കാരം. ട്രാവൽ വ്യൂസിൻ്റെ ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലൂമിയോണിനെ പറ്റിയാണ് പഠിച്ചത്. അതിൻ്റെ പാർട്ട് 1 ആയിരുന്നു. ഇന്ന് ലൂമിയോണിൻ്റെ പാർട്ട് 2 ആണ് ക്ലാസ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ട് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ സജീവ് ജെ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് 40 രൂപ സൂപ്പർ താങ്ക്സ് തന്നിരിക്കുകയാണ്. സജീവിനും സജീവിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫയലിനകത്ത് നമുക്ക് ട്രീയോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ നാച്ചുറൽ എന്ന് പറയുന്ന ഇതിലേക്ക് ഒബ്ജക്റ്റ് ഈ നാച്ചുറൽ എന്ന് പറയുന്ന ഇതിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രീയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഫസ്റ്റ് ഫയൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ഫോൾഡർ ഓപ്പണായി വരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ട്രീ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, എന്നാലും അതിൽ കുറച്ച് സെറ്റിങ്സും കൂടെ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ട്രീ വച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ മൗസിൽ കൂടെ മറ്റൊരു ട്രീ വരുമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൽ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങളിത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ സെറ്റിങ്സാണ് കേട്ടോ. ഈ നാച്ചുറൽ എന്ന് പറയുന്നത് എടുക്കുമ്പം വരുന്ന സെറ്റിങ്സാണ് ഈ കാണുന്നത്. സെറ്റിങ്സ് ബോക്സാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ സിംഗിൾ പ്ലേസ്മെൻറ്റ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സിംഗിൾ ട്രീ വന്നത്. ഇനി നമുക്ക് മാസ് പ്ലേസ്മെൻറ്റ്, അത് കുറച്ച് കൂടുതൽ ട്രീസ് വേണം ആണുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു മാസ് പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ സിംഗിൾ ട്രീകൾ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു വീടിൻ്റെ ബാക്കിലൊക്കെ കൂടുതൽ ട്രീകൾ ഇങ്ങനെ ഒരുമിച്ചങ്ങ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഒരു ലെവലിൽ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നുള്ളത്. ആ ഒരു ലെവൽ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ട്രീകൾ എങ്ങനെ വച്ച് നമുക്കതിനെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്നിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മാസ് പ്ലേസ്മെൻറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോകും. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. എന്നാലേ നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നു. അറിയാലോ അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഞാനിതിൽ മാസ് പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, മാസ് പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പം അതിൻ്റെ കൂടെ കണ്ടോ ഇങ്ങനൊരു സംഭവം വരുന്നത്. അപ്പോൾ എനിക്ക് ട്രീ എവിടെയൊക്കെയാണ് വേണ്ടത്, എങ്ങനെ വേണം, ആ ഒരു ഇതിൽ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് മൗസിൽ കറക്റ്റ് ചെയ്യുകയാണ്. മൗസിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങോട്ട് നീക്കുന്നത്. പ്രസ് ചെയ്ത് ഒരു പ്രാവശ്യം, അതായത് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മൗസ് നീക്കുമ്പോൾ പിന്നെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൗസ് ഇങ്ങോട്ട് നീക്കുമ്പോഴത്തേക്ക് ഈ ലൈൻ ഇങ്ങനെ വരും. ഞാനിവിടെ വെച്ചിട്ട് അടുത്ത പ്രസ്സിങ് കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സ് കൂടെ ഓപ്പണായി വന്നു. അപ്പോൾ ഇവിടെ ഒന്നും ട്രീയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനിവിടെ ഈ ഒരു ട്രീ സെലക്ട് ചെയ്യുന്നു, അതിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ കണ്ടോ ഇവിടെ അതേ ട്രീ പല ടൈപ്പിൽ, ഹൈറ്റ് കൂടി ഹൈറ്റ് കുറഞ്ഞ് അങ്ങനെ പല ടൈപ്പിൽ നമുക്കിവിടെ മാസമായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്ന് നോക്കുക. നമ്പർ ഓഫ് ഐറ്റംസ്, ആ ഐറ്റംസിൽ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ കൂടുതൽ ട്രീകൾ വരികയും അതുപോലെ കുറയ്ക്കുകയാണെങ്കിൽ എണ്ണം കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രീ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തോടെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ട്രീയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീയുടെ ഡയറക്ഷൻ കണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്നതാണ്. കണ്ടോ? അതുപോലെ തന്നെ റാൻഡമൈസ്ഡ് ഡയറക്ഷൻ, അത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമായിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ? നേരത്തെ ഡയറക്ഷൻ എടുത്തപ്പോഴത്തേക്ക് എല്ലാം ഒരേ സൈഡ് വലത്തോട്ട് മാത്രമായിട്ടാണ് തിരിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ റാൻഡമൈസ് സ്പേസിങ് എലോങ് ലൈൻ കണ്ടോ, അതിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. റാൻഡമൈസ് ഓഫ്സെറ്റ് ഫ്രം ലൈൻ, അപ്പം ലൈനിൽ നിന്നും ഇപ്പോൾ ഒരേ ലൈനിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ വേണ്ട ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മാറ്റാവുന്നതാണ്. വേണ്ട എന്നാൽ ഇതിപ്പം ഒരേ ടൈപ്പ് ട്രീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ മറ്റൊരു ട്രീയും കൂടെ കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് ബട്ടണൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തത് മാത്രം പോരാ, ഇവിടെ ആഡ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ ട്രീ മാറി വേറെ ട്രീ വരും.
ഇനി ഇതിനെ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കണോ, ഡയറക്ഷൻ മാറ്റണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് കൊടുക്കാം. കേട്ടോ, ഇപ്പം ഇടയിൽ ഇടകലർന്ന് വരുന്ന കാണാമല്ലോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കൺഫേം ക്ലിക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ട്രീ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രീ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാം. ഇതിൻ്റെ ഇടയ്ക്ക് അയ്യോ ഇത് വേണ്ട നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാറ്റാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു, അതായത് നമുക്ക് ഷിഫ്റ്റ് കീ പ്ലസ് മൂവ് കീ, അതായത് അപ്പ് കീ ഡൗൺ കീ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്ലസ് ബാക്ക് കീ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റിൽ ബാക്കിലോട്ട് പോകുമെന്നും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് അപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റിൽ ഫ്രണ്ടിലോട്ട് വരുമെന്നും പറഞ്ഞായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ പുറകിലോട്ട് പോവുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്ലോയിൽ ബാക്കിലോട്ട് പോകും. സ്പേസ് ബാർ പ്ലസ് ബാക്ക് കീ. ഇനി സ്പേസ് ബാർ ഇപ്പോൾ ഞാൻ അപ്പ് കീ പ്രസ് ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ സ്പേസ് ബാറും കൂടെ പ്രസ് ചെയ്യുകയാണ്, കണ്ടോ സ്ലോയിൽ പോകും. അപ്പോൾ സ്ലോയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പ് കീയുടെ കൂടെയോ അല്ലെങ്കിൽ WSൻ്റെ കൂടെയോ ഒക്കെ നമ്മൾ സ്പേസ് ബാർ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ലോയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും സ്ലോയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സിംഗിൾ പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കി, മാസ് പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലസ്റ്റർ പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ക്ലസ്റ്റർ പ്ലേസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു കോക്കനട്ട് പ്ലാം ട്രീ അതിനെ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇവിടെ കുറേ യെല്ലോ ബോക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനതിനെ ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്ലേസ് ചെയ്യുകയാണ്. കേട്ടോ, ഞാൻ അവിടെ നിന്ന് ഒരു ട്രീ മാത്രമേ ഇവിടെ കൊണ്ടുവന്നുള്ളൂ, പക്ഷേ ഇവിടെ ഇപ്പം കുറേ ട്രീകൾ വന്നിട്ടുണ്ട് അല്ലേ, കോക്കനട്ട് ട്രീ കുറേ എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെയും പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മാസമായിട്ട് അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നേരത്തെ നമ്മളൊരു ലൈൻ കാണിച്ച് അതിലാണ് ഇങ്ങനെ ട്രീകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്കിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നിറഞ്ഞു വരും. അതായത് നമുക്കിപ്പം ഒരു വീടിൻ്റെ ബാക്കിലൊക്കെ ഒരു തെങ്ങും തോട്ടം അല്ലേ, തെങ്ങും തോട്ടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തെങ്ങും ഇങ്ങനെ വളഞ്ഞിരിക്കില്ല, വളയാത്ത തെങ്ങുകളും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ സെലക്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാസമായിട്ട് തന്നെ ഇങ്ങനെ നിറഞ്ഞു വരും. അതാണ് ഈ ക്ലസ്റ്റർ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബട്ടൺ എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നിങ്ങൾക്കിതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, സെലക്ട് എടുക്കുക, ഡിലീറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യാം. ഫുൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ എടുക്കുക, ഓൾ എടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഫുള്ളായിട്ടങ്ങ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് 39 തെങ്ങുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ടങ്ങ് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു വരികയും ചെയ്യും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ട്രീയുടെ കളറ് സീസൺ അനുസരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടേതായ ഒരു ബോക്സ് ഓപ്പണായി വരും. ഇതിൽ ഗ്രീൻ സെലക്ഷൻ ഹ്യൂ, ട്രാൻസ്പെറൻസി, ഗ്രീൻ സെലക്ഷൻ സാച്ചുറേഷൻ, ഗ്രീൻ സെലക്ഷൻ റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ട്രീ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് വീട് പൂർത്തിയായി വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അതേ ട്രീകൾ തന്നെ ഇതിലും വയ്ക്കണം. അവിടെ ഒക്കെ ട്രീ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അവിടെ കുറച്ച് ട്രീകൾ വയ്ക്കണം എന്നുള്ളതിൽ നിങ്ങൾ ട്രീ നടുകയും, കാരണം കുറച്ച് ഷാഡോ ഒക്കെ വീടിൻ്റെ പുറത്തേക്ക് വീഴാൻ വേണ്ടി നിങ്ങൾ സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്. കാരണം 3D ചെയ്യുന്നവരെല്ലാം അങ്ങനെ കൊടുക്കാറുണ്ട്, നിങ്ങളെന്നല്ല 3D ചെയ്യുന്നവരെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാമറ വയ്ക്കുന്ന സമയത്ത് ഈ വയ്ക്കുന്ന ട്രീ ചെറിയ പ്രശ്നം കാണിക്കും. അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് റെൻഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ആ ട്രീയുടെ, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ട്രീയുടെ ട്രാൻസ്പെറൻസി വേണമെങ്കിൽ നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് കണ്ട ട്രീ ഇതുപോലെ അങ്ങ് നിൽക്കുകയും ചെയ്യും. നമുക്ക് ആ വീട് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാനും പറ്റും. കണ്ടോ, അതിനാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉപയോഗപ്പെടുന്നത് ചെയ്യുന്ന സമയത്ത്. ഇനി വേറെ വല്ല ഉപയോഗം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ഒരു വീട് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്താണ് ഇങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് അവിടെ മരമുണ്ട്, എന്നാൽ നമുക്ക് വീട് കാണുകയും ചെയ്യാം. പിന്നെ മരം വയ്ക്കാതെയും അത് റെൻഡറിങ്, കാരണം കുറേ റെൻഡറിങ് കൊടുക്കുമല്ലോ, പല വീട്ടിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഇത് ഫോട്ടോസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയും ഒന്നാക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മരങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ എന്ന മരങ്ങളുണ്ട് എന്ന് കാണിക്കാനും നമുക്ക് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സംഭവം കൊടുക്കാവുന്നതാണ്.
പിന്നെ താഴെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ്, ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ലേ സീസൺ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കളറുകളൊക്കെ മാറ്റുകയോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റൊട്ടേറ്റ് എന്നുള്ളതിൻ്റെ അടുത്ത് തന്നെ എന്താണ്ട് ആറെന്ന് കാണിക്കുന്നത്, അതാണ് എൻ്റെ ഷോർട്ട് കട്ട് കീ. അങ്ങനെ വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് പാലത്തിന് അങ്ങോട്ട് തിരിക്കുകയോ മറിക്കുകയോ എന്ത് വേണമെങ്കിലും, മറിക്കാൻ പറ്റില്ല, തിരിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മരം പൊക്കി, അതായത് വീട്ടിൻ്റെ മുകളിലോട്ടൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ടോ ഉയർത്തി കൊണ്ടുപോകാം. അതായത് കണ്ടോ ഇവിടെ മൂവപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പം അതിൻ്റെ അടിയിൽ മെഷർമെൻറ്റും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മൂവ് ഹൊറിസോണ്ടൽ, അപ്പം ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാം. പിന്നെ ഇത് ടൈപ്പിൻ പൊസിഷൻ മീറ്റർ, നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആക്സിസിലോട്ട് എത്ര നീങ്ങണമെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തും കാണിക്കാം. ഓക്കെ, ഇത് 1.36 എക്സ് ആക്സിസിലോട്ട് 1.36 ആണ്. ഞാനിപ്പോൾ ഒരു 2 എഴുതി, അപ്പോൾ കണ്ടോ നീങ്ങി കണ്ടോ. ഞാനിവിടെ ഒരു 5 എഴുതി കഴിഞ്ഞാൽ കണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്കെയില്, കാരണം ഈ മരം നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമുക്കതിനെ ഒന്ന് സ്കെയിലായി ഇത്രയും വലുത് വേണ്ട, നമുക്കൊന്ന് അതിനെ ഒന്ന് സൈസ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് നമുക്ക് ചെറുതാക്കുകയോ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയ മരം വേണം സ്കെയിൽ ചെയ്ത് വലുതാക്കുകയോ ചെയ്യാം. നമ്മൾ നാച്ചുറൽ എന്നുള്ളതിൽ സിംഗിൾ പ്ലേസ്മെൻറ്റ്, മാസ് പ്ലേസ്മെൻറ്റ്, ക്ലസ്റ്റർ പ്ലേസ്മെൻറ്റ് ഇത്രയും നമ്മൾ നോക്കി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പെയിൻറ്റ് പ്ലേസ്മെൻറ്റ്. എന്താണ് പെയിൻറ്റ് പ്ലേസ്മെൻറ്റ്? ആദ്യം ഞാൻ ഇവിടെ ഒരു ട്രീ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ട്രീ വന്നല്ലോ, ഇനി ഞാൻ എന്താണ് പെയിൻറ്റ് പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം, ചിലപ്പോൾ ഈ ഡെൻസിറ്റി നിങ്ങളിൽ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഡെൻസിറ്റി എന്നുള്ളത് ഇങ്ങനെ ഫില്ലായിട്ടായിരിക്കും നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ കിടക്കുന്നത്. ഞാനതിനെ കുറച്ച് വെച്ചു. ഇനി ഞാനിവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. മൗസിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ട്രീ നടാം. ഇനി ഡെൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂട്ടിയാൽ കുറച്ചുകൂടെ ഡെൻസിറ്റിയിൽ ഇത് കണ്ടോ ട്രീ ഇങ്ങനെ നിരന്ന് വരും. നമുക്ക് ഏരിയൽ വ്യൂവിൽ നിന്നുകൊണ്ട് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം കേട്ടോ. നമുക്കൊന്ന് മുകളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമുക്കിങ്ങനെ പെട്ടെന്ന് വരച്ചെടുക്കാൻ വേണ്ടി സാധിക്കും കണ്ടോ. ഇനി നിങ്ങൾ വരച്ചത് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെച്ച് ഇതുപോലെ നമുക്ക് എറേസ് ചെയ്ത് മാറ്റാനും പറ്റും. നമ്മൾ വരച്ചതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എറേസ് ചെയ്യാം കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു ബിൽഡിങ് ഇവിടെയാണ് ഇരിക്കണമെന്ന് വയ്ക്കുക. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചെടികൾ നമ്മളിവിടെ നട്ടു. അതിന് ശേഷം ബാക്കിലോട്ട് സ്കൈ അതിൽ നമുക്ക് ഈ കിടക്കുന്ന ലാൻഡ് കാണാതിരിക്കാനും, അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ലാൻഡ് ഇങ്ങനെ ഈ ഭാഗം കാണുമല്ലോ റെൻഡർ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അത് കാണാതിരിക്കാനും ഒക്കെ നമുക്ക് ബാക്കിൽ ഇതുപോലെ ട്രീ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെൻസിറ്റിയിൽ വേണമെങ്കിൽ ഡെൻസിറ്റി കൂട്ടിയും ഒക്കെ നമുക്ക് ഇങ്ങനെ ട്രീ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മളൊരു ഏരിയൽ ഷോട്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയൽ ഷോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റോഡൊക്കെ കൊടുത്ത് അവിടെ മരങ്ങൾ നിൽക്കുന്നവർ കാണിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു വലിയ ഫ്ലാറ്റിൻ്റെയൊക്കെ 3D ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്കിതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ട്രീ ഒക്കെ വച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്കിനി ഈ പ്രോഗ്രാമിനകത്തേക്ക് ഒരു സ്കെച്ചപ്പ് ഫയൽ കൊണ്ടുവരാം. വലിയ ഫയലൊന്നുമല്ല, ഒരു ചെറിയ ഫയൽ. കാരണം ഇനിയും നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫയൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ സാമ്പിൾ എന്ന ഈ ഒരു ഫയലാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫയൽ കൊണ്ടുവരുമ്പോൾ മോഡൽ നെയിം കാണിക്കുന്നുണ്ട്, പിന്നെ കാറ്റഗറി. അപ്പോൾ ഇമ്പോർട്ട് എഡ്ജസ് ആൻഡ് ലൈൻസ്. അപ്പോൾ ഈ എഡ്ജസും ലൈൻസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഓൺ കൊടുത്തു, കിടന്നോട്ടെ എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് സാധനമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കുറച്ച് ടെക്സ്ചറിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ചെയ്ത കുറച്ച് മോഡൽസാണ്. ഇതിൽ കണ്ടോ ഈ എഡ്ജ് ലൈൻ, ഈ ലൈൻ കണ്ടോ ഇങ്ങനെ വന്നേക്കുന്ന ഒരു വൃത്തിയുടെയായിരിക്കും. നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴൊന്നും ഈ ലൈൻ പോകത്തില്ല. അപ്പോഴത്തേക്ക് ഇതിലെന്നത് മനസ്സിലാക്കാം. നമുക്ക് എഡ്ജ് ലൈൻ ഓഫ് ചെയ്ത് വേണം ഇതിലേക്ക് കൊണ്ടുവരാൻ. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ലൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫയൽ ഇവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ഈ ഫയൽ ഇതിനകത്ത് വന്ന സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് മോഡൽസ് എന്നുള്ളതിൽ ഇതാ കണ്ടോ ഇവിടെ ആ ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ഒരു ഫയൽ ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഇമ്പോർട്ടഡ് മോഡൽസിനകത്തുള്ള ഈ ഒരു മോഡലിന് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം.
ഇത് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മളിപ്പം എന്തായാലും പുതിയൊരു ഫയൽ കൊണ്ടുവരേണ്ട സാമ്പിൾ എന്നാണ് ആ ഫയലിന് ഞാൻ ഇട്ടേക്കുന്ന പേര്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സാമ്പിൾ എന്ന് കാണിക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സാമ്പിളിൻ്റെ അവിടെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 എന്നോ 3 എന്നോ എന്തൊരു ജസ്റ്റ് വേറൊരു വേർഡ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇമ്പോർട്ട് എഡ്ജ് ലൈൻസ് എന്നുള്ള ഇവിടെ ഓഫായിട്ട് ആണ് കാണിച്ചേക്കുന്നത്. അത് കിടന്നോട്ടെ, അങ്ങനെ ഓഫ് ചെയ്ത് വന്നാൽ മതി. ഇനി ഞാൻ ഇതിനെ ഓക്കെ ആക്കുകയാണ്. മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന മോഡലിൽ ഒരു ബോക്സിൽ ഫുൾ റെഡ് കളറും മറ്റൊരു ബോക്സിൽ പല കളറുകൾ, പല സൈഡിലും പല കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനകത്തും അതുപോലെ തന്നെ പല കളറുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു വീട് മോഡൽ ചെയ്യുന്നു, എന്നിട്ട് റെൻഡർ ചെയ്തിരിക്കുന്നത് ലൂമിയോണിലാണ്. അപ്പോഴത്തേക്ക് ലൂമിയോണിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ടെക്സ്ചറൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലെയിൻ ആയിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്ന റെഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണ്. മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ ഞാനിത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ആ മെറ്റീരിയലിൽ ആ കളറ് A04 എന്ന് കാണിക്കുന്നുണ്ട്, കേട്ടോ. ഈ ഫുള്ളായിട്ട് ആ കളർ, ഈ റെഡ് കളർ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അങ്ങ് സെലക്ട് ആകും. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ ബോക്സ് നോക്കുക, കണ്ടോ. ഇവിടെ ഓരോ സൈഡും പ്രത്യേകം കളർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഓരോ സൈഡും ഇതുപോലെ പ്രത്യേകമാണ് സെലക്ട് ആവുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം വൈറ്റായിട്ട് ഒരു കളറും ടെക്സ്ചറും ഒന്നിനും, അതായത് റൂഫിന്, അത് ഞാനിവിടെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, റൂഫിന് ഞാൻ റൂഫ് ടൈല് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു സ്റ്റോൺ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്ലോർ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഗ്രാസ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ ടെക്സ്ചർ മാറ്റാം. നിങ്ങൾ ഏത് ടെക്സ്ചർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കളർ കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ നിങ്ങൾ ഒറ്റ കളറിൽ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നേന്ന് സ്കെച്ചപ്പിൽ പോയിട്ട് പിന്നെ കളർ കൊടുത്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. സ്കെച്ചപ്പിലല്ല, 3D Max എന്നായിരുന്നാലും റിവറ്റിൽ നിന്നായിരുന്നാലും ഏത് മായെന്നായിരുന്നാലും ഏത് ക്യാഡ് ഫയലിൽ നിന്നായിരുന്നാലും നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ പ്ലെയിൻ കളറുകൾ നിങ്ങൾക്ക് എന്തൊക്കെ ടെക്സ്ചർ എവിടെയൊക്കെ കൊടുക്കണം ആ അവിടങ്ങളിലെല്ലാം കളറുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് മെറ്റീരിയൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റീരിയൽ ലൈബ്രറി ഓപ്പൺ ആക്കുമ്പോൾ കണ്ടോ, ഇവിടെ മെറ്റീരിയൽ ലൈബ്രറി ഓപ്പണായി. അതിൽ വേരിയസ് ഉണ്ട്, ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, പിന്നെ കസ്റ്റം മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ വേരിയസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കുറേ ഐറ്റംസ്, അതിൻ്റെ ഒക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട്. ഇൻഡോറിലേക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഇൻഡോറിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ടൈലും സ്റ്റോൺ അങ്ങനത്തെ കാര്യങ്ങൾ, ഫാബ്രിക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡോറിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിന് ഇപ്പം 3 പേജോളം ഉണ്ട്. പിന്നെ ഔട്ട്ഡോറിലേക്ക് വേണ്ടുള്ള സാധനങ്ങൾ നമുക്ക് ഔട്ട്ഡോറിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ഡോറിലേക്കുള്ള ഈ ബ്രിക്ക് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. കേട്ടോ, ഓൾറെഡി ബ്രിക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുത്തു. ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഇവിടെ ഓപ്പണായി വന്നത്. ഇവിടെ നമുക്ക് ഈ ബ്രിക്കിനെ, നമ്മൾ ഈ കൊടുത്ത ബ്രിക്കിനെ എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കളറ്, അതായത് ഈ കൊടുത്തേക്കുന്ന ബ്രിക്കിൻ്റെ കളർ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിങ്ങനെ എന്ത് കളറിൽ വേണമെങ്കിലും കൊടുത്ത് മാറ്റാം. ഇവിടെ ഇപ്പോൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കളർ ചൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇത് ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ വൈറ്റ് കിടന്നുകൊണ്ടാണ് നേരത്തെ അങ്ങനെ വന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെഡ് ഇഷ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഇഷ് ആക്കാം. കണ്ടോ, അങ്ങനെ ചെയ്യാം. പിന്നെ ഗ്ലോസി എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോസി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും, പിന്നെ റിലീഫ് എന്ന് പറയുന്ന സംഭവം റിലീഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെതായ ഈ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കാണിക്കണം എന്നാണ്. അതുപോലെ ഇപ്പോൾ കാണില്ലേ, ഇപ്പോൾ ഞാൻ മാറ്റുമ്പോൾ കണ്ടോ, ഒരു ബമ്പ് എഫക്റ്റ് എന്ന് പറയാം അല്ലേ, ബമ്പ് എഫക്റ്റ് പോലെ വരുത്താനും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ സെറ്റിങ്സ് വഴി നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മാപ്പ് സ്കെയിൽ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്കെയിൽ ചെയ്യാം, വലുതാക്കണോ ചെറുതാക്കണോ എന്നൊക്കെ നോക്കിയിട്ട് അത് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ താഴോട്ട് വരണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ബോക്സ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ എക്സ് ഓഫ്സെറ്റ് എങ്ങോട്ട് നീക്കണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇവിടുത്തെ ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ നിങ്ങൾ നോക്കുക, ഈ ലൈന്
കറക്റ്റായിട്ട് എഡ്ജിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എക്സും വൈയും ഒക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കുറച്ച് ലാഗായിട്ടൊക്കെ ചിലർക്കൊക്കെ തോന്നും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കാരണം ബിഗിനേഴ്സിനും ഇതൊക്കെ പഠിച്ച് വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ ക്ലാസ്സും നടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ അതോ ക്ലാസ് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് മുഖാന്തരം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ.